ഹായ് നമസ്കാരം. അപ്പോൾ നമ്മുടെ കാശ്മീർ യാത്രയുടെ ഡീറ്റെയിൽസും ഞങ്ങൾക്കൊന്ന് ചിലവുകളും ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ഞങ്ങൾ കാശ്മീരിലെ ശ്രീനഗർ വരെയും ട്രെയിനിനാട്ടോ യാത്ര ചെയ്തത്. പള്ളിപ്പുറത്ത് നിന്ന് ഒറ്റപ്പാലത്തേക്ക് നമ്മൾ ലോക്കൽ ട്രെയിനിൽ പോയി. അവിടുന്ന് ഒറ്റപ്പാലത്ത് നിന്ന് കേരള എക്സ്പ്രസ്സിന് നമ്മൾ ഡൽഹി വരെ പോവുക ചെയ്തു കേട്ടോ. ഡൽഹിയിൽ നിന്ന് ട്രെയിൻ നമ്മൾ ഖത്രയിലേക്ക് മാറി കയറണം. ഞങ്ങൾ ശക്തി എക്സ്പ്രസ്സിൽ മാറി കയറിയിട്ടാണ് ഖത്ര എത്തിയത്. ഖത്രയിൽ നിന്ന് നേരെ വന്ദേ ഭാരത് വഴി ശ്രീനഗറിലോട്ടോ. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ യാത്ര. 5 ദിവസമായിട്ടോ ഞങ്ങൾ കാശ്മീരിൽ ചിലവഴിച്ചത്. കാശ്മീരിലെ ശ്രീനഗറിലാണ് ഞങ്ങൾ താമസിച്ചത്. ശ്രീനഗറിൽ ഒരു ദിവസം നമ്മളവിടെ ലോക്കൽ സൈറ്റ് സീയിങ് കാര്യങ്ങൾക്ക് പോയി, ദാലിലേക്ക് എല്ലാം പോയി. പിന്നെ നമ്മൾ പഹൽഗാം പോയി, അതുമാതിരി ഗുൽമർഗിലും പോയിട്ടോ. സോൻമാർഗ് ഞങ്ങൾക്ക് പോകാൻ സമയം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് സോൻമാർഗ് പോയിട്ടില്ല കേട്ടോ. ഞങ്ങൾ 5 പേരടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് കാശ്മീരിലേക്ക് പോയത്. അപ്പോൾ ഷാജിയാണ് മൊത്തം പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഷാജി, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ടൂർ അടിപൊളിയായിരുന്നു. കാശ്മീരിൽ ഞങ്ങൾ 5 ദിവസം ഉഷാറായിട്ട് എല്ലാ സ്ഥലങ്ങളും ഏകദേശം കണ്ടു. അപ്പോൾ നമ്മൾ ഷാജിയാണ് ട്രെയിൻ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ട്രെയിൻ ടിക്കറ്റിന് നമുക്ക് മൊത്തം എത്ര ആയെന്ന് ചോദിക്കാം. ട്രെയിൻ ടിക്കറ്റ് ഒരാൾക്ക് 8426 രൂപ വെച്ചിട്ടാണ് ആയത്. നമ്മൾ ഫുൾ AC, തേർഡ് ടയർ AC-യിലാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ നമ്മളെ ഫൈനാൻസ് മൊത്തം കൈകാര്യം ചെയ്ത് നമ്മൾ താജ് കേട്ടോ. നമ്മളെ കാശ്മീരിൽ മൊത്തം കറങ്ങലും അവിടെയുള്ള കംപ്ലീറ്റ് എൻട്രി പാസ് എടുക്കലും നമ്മളെ ഹോഴ്സ് റൈഡ് കാര്യങ്ങളെല്ലാം താജ് ചെയ്തു. താജ്, നമ്മളെ കാശ്മീർ യാത്ര എങ്ങനെയുണ്ട്? യാത്ര ഉഷാറായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ നമുക്ക് ചിലവ് മൊത്തം നമുക്ക് കാശ്മീരിൽ മൊത്തം എത്ര ചിലവ് വന്നു? ഒരു 11,500 12 രൂപ വന്നുണ്ടോ അതല്ലേ? ഓക്കെ. പിന്നെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് മൻസൂറാണ് കേട്ടോ. മൻസൂർ ഈ പ്രോഗ്രാമിനായിട്ട് ഗൾഫിൽ നിന്ന് വന്നാണ്. മൻസൂർ, എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? പരിപാടി സൂപ്പറായിരുന്നു, ഉഷാറായിരുന്നു. 5 ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു. പിന്നെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് ജലാലുദ്ദീനാണ് കേട്ടോ. ജലാലുദ്ദീൻ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ പരിപാടി? പരിപാടി ഉഷാറായിരുന്നു. പിന്നെ നമ്മൾ ശ്രീനഗറിൽ 2-3 ഗ്രാമങ്ങളിൽ പോയില്ല, നമ്മൾ ജമാഅത്തിന്റെ ഗ്രാമങ്ങളിൽ. ഏതൊക്കെ ആയിരുന്നത്? അത് ആഷ്നൂർ, പിന്നെ നാസറാബാദ്, പിന്നെ നമ്മൾ ശ്രീനഗറിലെ മെയിൻ പള്ളിയിൽ പോയി. നാസറാബാദിലാണ് നമ്മൾ ജുമാ നമസ്കരിച്ചത്. ഓക്കെ. എന്നാൽ അപ്പോൾ അങ്ങനെ ഞങ്ങളെ ടൂർ മൊത്തം അടിപൊളിയായിട്ടോ. അപ്പോൾ നമുക്ക് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും കാശ്മീർ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ഗൈഡിനെ കൂടി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. നമുക്കൊരു ഇബ്രാഹിം മുഹമ്മദ് ഷാ ആണ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ കൂടി ഞാൻ സ്ക്രീനിൽ കാണിക്കാം. മൊത്തം നമുക്ക് പ്രോഗ്രാം അടിപൊളിയായി. പിന്നെ നമുക്ക് ചിലവ് വന്ന് ട്രെയിനിന് 8,500, നമുക്ക് അവിടെ ശ്രീനഗറിൽ ഒരു 12,000 രൂപ കേട്ടോ ഒരാൾക്ക്. നമ്മളെ യാത്രയിൽ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടല്ല, നമുക്കൊരു എൻജോയ്മെൻറ്റ് കുറഞ്ഞത് നമ്മൾ ഐസ് നമ്മൾ കണ്ടെങ്കിലും നമ്മൾ നേരിട്ട് കൈകൊണ്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഇനി മുതൽ ശ്രദ്ധിക്കുക. നമ്മൾ ഗൊണ്ടോള റൈഡ് സെക്കൻഡ് ഫേസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ മാത്രമേ ഐസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ നേരെ സോൻമാർഗാണ് പോകേണ്ടത് കേട്ടോ. സോൻമാർഗിൽ 0 പോയിന്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഐസ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.